താങ്കളൊരു കർഷകനാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് അമ്പരപ്പിക്കുന്ന റിസൾട്ട് തരുന്ന ഒരു ചെറിയ കൂട്ടുവളമാണ്. അതിനധികം സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ആ കൂട്ടുവളം പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാ വാഴയ്ക്ക് എല്ലാ പച്ചക്കറി ചെടികൾക്കും എല്ലാം നല്ലതാണ്. ആ വളം ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമുക്കതിനാദ്യം ആയിട്ട് വേണ്ടത് പച്ചച്ചാണകമാണ്. പിന്നെ ഒരു 1/2 കിലോ കപ്പലണ്ടി പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്. പിന്നെ ഞാനൊരു 5 ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് തവിട് കളയാത്ത അരിയുടെ കഞ്ഞിവെള്ളം, കാടിവെള്ളവും കഞ്ഞിവെള്ളവും ചേർന്നതാണ്. അരി കഴുകിയത് അതെങ്ങനെയാണ്? തവിട് കളയാത്ത അരി കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല, നമ്മൾ നെല്ല് വാങ്ങിച്ചിട്ട് ഉണക്കി, പുഴുങ്ങി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി കുത്തിച്ചെടുക്കുന്ന അരിയാണ്. അപ്പോൾ അതിൽ തവിടുണ്ടാവും, ബ്രൗൺ കളറായിരിക്കും അരിക്ക്. പിന്നെ അതിനകത്തേക്ക് 5 ലിറ്റർ പച്ചവെള്ളവും വേണം. ഇത്രയും സാധനങ്ങളാണ് നമ്മളിത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം താങ്കളോട് പറയാനുള്ളത്, എനിക്ക് 93,000-ഓളം സബ്സ്ക്രൈബേഴ്സുണ്ട്. എൻ്റെ വീഡിയോ വാച്ച് അവർ കൂടുതലാണ്. 4, 5, 6 ലക്ഷമൊക്കെ വ്യൂസുള്ള ഒരുപാട് വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഈ വാച്ച് അവർ കൂടുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുന്നു എന്നതുകൊണ്ടാണ്. വാച്ച് അവർ വളരെ കുറവാണെങ്കിൽ വീഡിയോ നമ്മൾ ഓൺ ചെയ്തിട്ട് അപ്പോൾ തന്നെ അത് ഓഫ് ചെയ്തിട്ട് വേറെ വീഡിയോയിലേക്ക് പോകും. അങ്ങനെയാണ്. ഇത് വാച്ച് അവർ ഒരുപാട് കൂടുതലാണ് എല്ലാത്തിലും. അപ്പോൾ എല്ലാവരും അത് ശരിക്കും കാണുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് നമുക്കൊരു പ്രേരകമാണ്, ഉത്തേജനമാണ്. അപ്പോൾ അതുകൊണ്ട് താങ്കൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഫോണിൽ കിട്ടുന്നതാണ്. പിന്നീട് ഒരിക്കൽ കാണണമെന്നുണ്ടെങ്കിൽ ആ ഫോണിലുണ്ടെങ്കിലേ കാണുള്ളൂ, അല്ലെങ്കിൽ പിന്നെ സെർച്ച് ചെയ്താൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ പറയാൻ കാരണം, നല്ല വീഡിയോകൾ, ഞാനിടുന്ന വീഡിയോകളെല്ലാം നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കാണുന്നവർക്ക് ചിലത് മോശമായിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെയും കാണാതെ പോകുന്നവരുണ്ട്. അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യില്ല. നല്ല വീഡിയോ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത് കാണുമ്പോഴാണ് ഒരു വിഷമം. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമാണ്, മറ്റൊന്നും വിചാരിക്കേണ്ടതില്ല. അപ്പോൾ 20 ലിറ്ററിൻ്റെ ഒരു വലിയ ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് ഇത് 1/2 കിലോ കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. പതുക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. വലുതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് ഇത് കുതിർന്നോളും, അവിടെ കിടന്നു, പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് ഇത് 5 ലിറ്റർ കഞ്ഞിവെള്ളവും കാടി വെള്ളവും എല്ലാം ചേർന്നതാണ്. അത് ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഈ കടലപ്പിണ്ണാക്ക് നന്നായിട്ട് കുതിർന്നോളും. നമുക്കിത് 7 ദിവസം വയ്ക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് കുതിർന്ന് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 5 ലിറ്റർ വെള്ളം വച്ചിട്ടുണ്ട്, പച്ചവെള്ളം. ഈ 5 ലിറ്ററിൽ 1 ലിറ്റർ മാറ്റി വയ്ക്കുക. ബാക്കി 4 ലിറ്റർ ഇതിലേക്ക് ഒഴിക്കുക. ഈ 1 ലിറ്റർ മാറ്റി വച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് 1 കിലോ പച്ചച്ചാണകം ഇട്ട് കൊടുക്കണം. പച്ചച്ചാണകം വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് ഇത്ര ഇട്ടാൽ മതി. ഇപ്പോൾ 1 കിലോയിൽ കൂടുതലുണ്ട്, 1 കിലോ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗോമൂത്രം ഒഴിക്കാം. ഇതിലേക്ക് ശർക്കര ഉണ്ടെങ്കിൽ ഒരു 100 ഗ്രാം ശർക്കര അരിഞ്ഞിടാം. ഇതിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഇത് നന്നായിട്ട് ഇതിൻ്റെ നമ്മുടെ സൂക്ഷ്മാണുക്കൾ
നമുക്ക് കൃഷിക്ക് ആവശ്യമുള്ള നമ്മുടെ മിത്രാണുക്കൾ ധാരാളം ഇതിലുണ്ടാകും. അത് കൂടുതലുണ്ടാകാൻ വേണ്ടിയാണ് ഈ ശർക്കരയൊക്കെ ഇടുന്നത്. പിന്നെ സ്മെല്ല് ഉണ്ടാകാതിരിക്കാൻ നോക്കും. നമ്മളിത് 7 ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ എല്ലാത്തിനും കൂടെ ഒഴിക്കാനുള്ള സാധനം ഉണ്ടാവുള്ളൂ. ഇതിൽ കട്ടകൾ ഉണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് ഇത് മറ്റേ സെറ്റായി കിട്ടേണ്ടതാണ്. ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ കഞ്ഞിവെള്ളം എത്ര എടുക്കുന്നു അത്രയും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. കഞ്ഞിവെള്ളം രൂക്ഷമാണ്, തീക്ഷ്ണമാണ്. കഞ്ഞിവെള്ളം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ചില ചെടികളൊക്കെ ഉണങ്ങിപ്പോയിന്ന് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇരട്ടി പച്ചവെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത്. കഞ്ഞിവെള്ളം സ്റ്റാർച്ചാണ്. ഡൈല്യൂട്ട് ചെയ്ത് വെറുതെ ഒഴിച്ചു കൊടുക്കാം. ഈ വളമൊന്നുമില്ലെങ്കിലും വെറുതെ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാകും അങ്ങനെ ചെയ്താൽ. ഇതിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വയ്ക്കണം. കാരണം ഈ ബക്കറ്റിലെ ഈ സ്ലറി നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ അതൊന്ന് കഴുകിയെടുക്കണം ബക്കറ്റ്. ഇത് ഈ സ്ലറി ഇതിലേക്ക് കുഴമ്പ് രൂപത്തിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ 1/2 കിലോ കടലപ്പിണ്ണാക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇതിൽ വന്നിരിക്കുന്നത്. അതിന് മാത്രമേ വിലയുള്ളൂ. കടലപ്പിണ്ണാക്കിൻ്റെ വില ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. 60 രൂപയായിരിക്കണം 1 കിലോയ്ക്ക്. കാരണം ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ 90 രൂപയായുള്ളൂ മൊത്തം. അപ്പോൾ ഇത് 60 ആവാനാണ് സാധ്യത. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കണം. എയർ ടൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ടൈറ്റൊന്നും വേണ്ട. ഇതിപ്പോൾ ഇങ്ങനെ വച്ചിട്ട് ഒരു വെയിറ്റ് കയറ്റി വെച്ചാൽ എയർ ടൈറ്റായി. കണ്ടോ? ഇപ്പോൾ 8 ദിവസമൊക്കെ വച്ചേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് ദിവസം നമ്മളിത് വച്ചേക്കുകയാണെങ്കിൽ ശർക്കര ഇടണം തീർച്ചയായിട്ടും, അല്ലെങ്കിൽ പുഴു വരും. ഇനിയിപ്പോൾ നാളെ ഒന്നും ചെയ്യണ്ട. മറ്റന്നാൾ നമ്മളിത് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് കലക്കി കൊടുക്കണം. ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കണം. അത് ക്ലോക്ക് വൈസിൽ ഇളക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കരുത്. ഒരു വശത്തേക്ക് തന്നെ ഇങ്ങനെ ഇളക്കണം. ഒരു മിനിറ്റ് ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടച്ചു വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത 3-4 ദിവസം ഒന്നും കൂടി ചെയ്യുക. ഇനി നമുക്കിതിൽ നിന്ന് ഒരു 1/2 ലിറ്റർ എടുക്കാം. 1/2 ലിറ്റർ എടുത്തിട്ട് 1/2 ലിറ്റർ പച്ചവെള്ളം കൂടി ഇതിൽ ചേർക്കണം. ഇനി ഇത് മൊത്തം ഇപ്പോൾ 10 ലിറ്ററുണ്ട്. 5 ലിറ്റർ കഞ്ഞിവെള്ളം, 5 ലിറ്റർ പച്ചവെള്ളം. അപ്പോൾ ഇതിൽ നിന്ന് 1/2 ലിറ്റർ എടുത്തിട്ട് 1/2 ലിറ്റർ പച്ചവെള്ളം കൊണ്ട് ഒഴിക്കുമ്പോൾ 1 ലിറ്ററായി. 250 ml ഒരു ചെടിക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ അര ലിറ്റർ നമ്മൾ ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 4 ചെടികൾക്ക് ഒഴിക്കാം. അത് പ്രകാരം ഈ 10 ലിറ്ററിൽ നിന്ന് നമുക്ക് 40 ചെടികൾക്ക് ഒഴിക്കാം. ചിലവ് എത്രയാണ്? 30. അതായത് 60 രൂപയുടെ കടലപ്പിണ്ണാക്കിൻ്റെ പകുതി. 60 ആണോ കൃത്യമായിട്ട് അറിയില്ല. എങ്ങനെയാലും 30-35 രൂപ മാത്രമേ ചിലവുള്ളൂ. മാസത്തിലൊരിക്കൽ ഇത് ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയായിട്ട് അമ്പരപ്പിക്കുന്ന റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് ഇത് ഏതെങ്കിലുമൊക്കെ പച്ചമുളകിന് കാന്താരിക്ക് ഒഴിക്കാം. ആദ്യം കാന്താരി നന്നായിട്ട് വരുന്നുണ്ട്. ഇതിന് മറ്റേ ഇത് കീടബാധകളൊന്നുമില്ല. ഈ അടുത്ത വേറെ ഇതിനൊഴിക്കാം. ഇതും കാന്താരിയാണ്. ഇതിനൊഴിക്കാം. ബാക്കി ഇത് ഈ ഉണ്ട മുളക്, അതായത് റോക്കറ്റ് മുളക് എന്നൊക്കെ പറയുന്ന സാധനമാണ്. ബാക്കി അതിനും ഒഴിക്കാം. ഇപ്പോൾ 4 എണ്ണത്തിന് നമ്മൾ ഒഴിച്ചു. ഇതാണ് കൃഷി. കുറഞ്ഞ ചിലവിൽ 40 ചെടികൾക്ക് സമ്പൂർണ്ണ ആഹാരം കൊടുത്തു. വയ്യോടാ താഴേക്ക് വീഴും. താങ്ക് യു ഫോർ വാച്ചിങ്.